വയനാട് തരുവണയിലെത്തിയ കരടിയെ മയക്കുവെടി വയ്ക്കും. കരടിയുള്ള സ്ഥലം സ്പോട്ട് ചെയ്ത് കരടിയെ പുറത്ത് ചാടിച്ചു. കരടിയെ പിടിക്കാൻ ഊർജിത ശ്രമം തുടരുകയാണ്. കരടി ഓടുന്ന ദൃശ്യം നമുക്ക് കാണാൻ കഴിയും. മറ്റൊരു കൊല്ലിയിലേക്ക് കരടി ഓടുന്ന ആ ദൃശ്യത്തിനാണ് ഇപ്പോൾ അനീസ് അലി വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. അനീസ്, ഈ പുലിക്കും കടുവയ്ക്കുമെല്ലാം പിറകെ കരടിയും വയനാട്ടുകാരുടെ പേടി സ്വപ്നമായിട്ട് കുറച്ച് ദിവസങ്ങളായി. എങ്ങനെയാണ് ഇതിനെ പിടികൂടാനുള്ള ശ്രമം തുടരുന്നത്? കരടിയെ കണ്ടെത്താൻ സാധിച്ചോ? പരിഷ, ഇന്ന് മാത്രമാണ് പകൽ വെളിച്ചത്തിൽ കരടിയെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. പല സ്ഥലങ്ങളിലായി കരടിയെ കണ്ടു. വയനാട് തരുവണ കരിങ്ങാടിയിലാണ് ഇപ്പോൾ കരടി ഉള്ളത്. ഈ കരടിയെ പിടിക്കാനുള്ള ഊർജിത ശ്രമം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വയനാട് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും RRT സംഘത്തിന്റെയും നേതൃത്വത്തിലാണ് തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കരടി സമീപ പ്രദേശത്തെ ഒരു തോട്ടത്തിലേക്ക് ഓടി മറഞ്ഞ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചത്. ഇതോടുകൂടി തന്നെ കരടിയെ പിടികൂടാൻ ഇന്ന് കഴിയും എന്ന് ഉറച്ച പ്രതീക്ഷയിലായിരുന്നു വനംവകുപ്പ് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നത്. അതേസമയം ഇപ്പോൾ ഇരുട്ട് വീണതോടുകൂടി തെരച്ചിൽ അവസാനിപ്പിക്കാൻ ഒരുങ്ങുകയാണ് വനപാലകർ. ഇന്ന് ഈ ഒരു ദിവസവും കരടിയെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല എന്നത് വലിയ അസ്വസ്ഥതയാണ് ഈ പ്രദേശത്തുണ്ടാക്കുന്നത്. കഴിഞ്ഞ 4 ദിവസം, കൃത്യമായി പറഞ്ഞാൽ 3 ദിവസം കഴിഞ്ഞു. ആദ്യം ഒരു പുലർച്ചെ 2:30 CCTV ദൃശ്യം ലഭിക്കുന്നു. അതിനുശേഷം പിറ്റേ ദിവസം രാത്രി 9 മണിയോടുകൂടി പ്രദേശത്തെ മറ്റൊരു സ്ഥലത്ത് നിന്ന് കരടിയെ കാണുന്നു നാട്ടുകാർ. അതിനുശേഷം ഇന്നലെ ദ്വാരകയിൽ വെച്ച് രാത്രി 10:30 കരടിയെ കാണുന്നു. ഇതൊക്കെയും രാത്രി കാലങ്ങളിലാണ് കരടിയെ കാണാൻ കഴിയുന്നത് എന്നതുകൊണ്ട് തന്നെ ആ സമയത്ത് കരടിയെ പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല ഒരിക്കലും. കരടി നമുക്കറിയാവുന്ന പോലെ ഇരുട്ടിൽ പെട്ടെന്ന് കാണാവുന്ന ഒരു ജീവിയല്ല എന്നതുകൊണ്ട് തന്നെ വലിയ പ്രയാസമായിരുന്നു. പക്ഷെ ഇന്ന് പകൽ വെളിച്ചത്തിൽ ഒരു വയലിലൂടെ കരടി ഓടിപ്പോകുന്നതാണ് നാട്ടുകാർ ആദ്യം കണ്ടത്. അതേ തുടർന്ന് വനപാലകർ ഈ പ്രദേശം കേന്ദ്രീകരിച്ച് തെരച്ചിൽ നടത്തി. ഇങ്ങനെ പല സ്ഥലങ്ങളിലായി ഇതിനുശേഷം ഇന്ന് പകലിൽ ഈ കരടിയെ പല സ്ഥലങ്ങളിലായും കാണുകയുണ്ടായി. ഇപ്പോൾ തൊട്ടടുത്ത് വെച്ച് കരടി പിടികൂടാനായി എന്ന് പ്രതീക്ഷിക്കാവുന്ന വിധം കരടിയെ കിട്ടിയപ്പോൾ പോലും അതിനെ പിടികൂടാനായില്ല. അത് മറ്റൊരു തോട്ടത്തിലേക്ക് ഓടി മറയുകയാണ് ചെയ്തത്. ഇപ്പോൾ മറ്റൊരു തോട്ടത്തിൽ കരടി കയറി. ആ കൊല്ലിയിൽ നിന്ന് നേരത്തെ കരടിയെ പുറത്തെത്തിച്ചതായിരുന്നെങ്കിലും ഇപ്പോൾ വീണ്ടും കരടി ഒരു തോട്ടത്തിലേക്ക് തന്നെ കയറിപ്പോയിരിക്കുന്നു. അതോടുകൂടി ഇരുട്ട് വീണ ഈ ഒരു സന്ദർഭത്തിൽ ഇനി കരടിയെ വെടിവെക്കുക എന്നത് അത്ര പ്രായോഗികമല്ല എന്നതുകൊണ്ട് തന്നെ വനം വകുപ്പ് തെരച്ചിൽ അവസാനിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും വൈകാതെ കരടിയെ പിടികൂടാനാകുമെന്ന പ്രതീക്ഷ വനപാലകർ ഇപ്പോൾ പങ്കുവെക്കുന്നുണ്ട്. ഫാരിഷ, അനീസ്, ഏത് ഭാഗത്താണ് ഈ കരടി ഉള്ളത് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനെ സ്പോട്ട് ചെയ്തിട്ടാണ് കരടിയെ പുറത്ത് ചാടിച്ചതും. അത് മറ്റൊരു ഭാഗത്തേക്ക് നീങ്ങിയെന്നാണോ അനീസ് പറയുന്നത്? ഒപ്പം തന്നെ എങ്ങനെയാണ് ഇതിനെ പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നത്? ഫരിഷ, നേരത്തെ വനപാലകരുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം RRT സംഘം ഈ പ്രദേശത്തെത്തി. ഈ പ്രദേശത്ത് ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. അതോടൊപ്പം തന്നെ കരടി ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രദേശം കേന്ദ്രീകരിച്ച് തെരച്ചിൽ നടത്തി. ഇങ്ങനെയാണ് കരടി ഉള്ള ഒരു കൊല്ലി കണ്ടെത്തിയത്. ഇവിടെ നിന്ന് കരടിയെ പുറത്തു ചാടിക്കുക എന്നതായിരുന്നു ആദ്യഘട്ടത്തിൽ വനപാലകർക്ക് മുമ്പിലുള്ള ദൗത്യം. കാരണം അവിടെ വെച്ചുകൊണ്ട് വെടിവെക്കുക എന്നത് പ്രായോഗികമല്ല. അതുകൊണ്ട് തന്നെ ഇതിനെ പുറത്തു ചാടിക്കാൻ കഴിഞ്ഞു. അതേസമയം അപ്പോൾ വെടിവെക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് കരടിയെ പിടികൂടാനുള്ള ശ്രമങ്ങൾ തൊട്ടടുത്ത് വെച്ചും പിന്നീട് വഴുതിപ്പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇപ്പോൾ വീണ്ടും കരടി ഒരു റബ്ബർ തോട്ടത്തിലേക്ക് കയറിപ്പോയിരിക്കുന്നു. അതോടുകൂടി ഇപ്പോൾ ഈ ലൊക്കേഷൻ ശരി, വയനാട് തരുവണയിലായിരുന്നു ഇന്ന് വീണ്ടും പകൽ വെളിച്ചത്തിൽ കരടിയെ കണ്ടത്. അതിനെ സ്പോട്ട് ചെയ്ത് പുറത്ത് എത്തിച്ചെങ്കിലും ഈ കരടി മറ്റൊരു സ്ഥലത്തേക്ക് ഇപ്പോൾ ഓടിപ്പോയിരിക്കുകയാണ്. നിലവിൽ ഈ കരടിക്കായുള്ള തെരച്ചിൽ ഊർജിതമാക്കും എന്ന് തന്നെയാണ് വനം വകുപ്പ് പറയുന്നത്. ഒപ്പം തന്നെ മയക്കുവെടി വെക്കാനുള്ള തരത്തിലുള്ള കാര്യങ്ങളിലേക്കെല്ലാം വനം വകുപ്പ് നീങ്ങുന്നുമുണ്ട്. അനീസ് അലി വിവരങ്ങൾ നൽകുകയായിരുന്നു.